തൃശൂർ പൂരം കലക്കലിൽ MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് അന്വേഷണ റിപ്പോർട്ട്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. ത്രിതല അന്വേഷണത്തിലെ റിപ്പോർട്ടാണ് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാണ്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗതികെട്ടവന്റെ തലയിൽ കല്ലുമഴ പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. തലമുട്ടയടിച്ച സമയത്ത് കല്ലുമഴ പെയ്ത അവസ്ഥയിലാണ് ഇപ്പോൾ ശബരിമലയിലെ ട്രാക്ടർ വിവാദം. ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് ഇതാ വരുന്നു തൃശ്ശൂരിലെ പൂരം കലക്കൽ വിവാദത്തിൽ MR അജിത് കുമാറിനെതിരായിട്ടാണ് അന്വേഷണ റിപ്പോർട്ടെന്നാണ് മനസ്സിലാവുന്നത്. നടപടിയെടുക്കേണ്ടി വരുമോ മുഖ്യമന്ത്രിക്ക്? അരുൺകുമാർ, ഇപ്പോൾ ADGP കൈമാറിയ റിപ്പോർട്ട് ഹോം സെക്രട്ടറി മുഖ്യമന്ത്രി കൈമാറുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. നമുക്കറിയാം, തൃശ്ശൂർ പൂരം വിവാദം ഏതാണ്ട് ആ വിവാദത്തിന് 1 വർഷം പിന്നിടുമ്പോഴാണ് ഈ പ്രധാന റിപ്പോർട്ട് കൈമാറുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ADGPക്ക് MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണുള്ളത്. ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ത്രിതല അന്വേഷണം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടാണ്. മറ്റ് 2 റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സെക്രട്ടറി ഇത് പരിശോധിച്ചതിന് ശേഷം മുഖ്യമന്ത്രി കൈമാറുമ്പോൾ ഇതിൽ നടപടി ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ വിഷയത്തിൽ മന്ത്രി കെ രാജൻ അടക്കം CPI നേതാക്കൾക്കും എല്ലാം കടുത്ത പരാതിയുണ്ട്, വിമർശനമുണ്ട് ADGP MR അജിത് കുമാറിന്റെ നിലപാടിൽ. മന്ത്രി വിളിച്ചപ്പോൾ പോലും ഫോൺ എടുത്തിരുന്നില്ല. അതിന് പറഞ്ഞ ന്യായീകരണം അത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് കെ രാജനും CPI നേതൃത്വവും പറയുന്നുണ്ട്. ഏതായാലും CPI നേതാവ് നൽകിയ പരാതിയിലാണ് ഇങ്ങനെ ഒരു ത്രിതല അന്വേഷണം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അത് വളരെ വിശദമായ അന്വേഷണമായിരുന്നു. അതിൽ ഒട്ടേറെ പേരുടെ മൊഴി ശേഖരിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.